ഇനിയാണ് എന്റെ ഷോ. ഇനി നിന്നില എന്റെ പ്രതീക്ഷ. വിശ്വസിക്കാവോടോ? എന്താ വിശ്വാസാവണില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൻ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. എടാ മോനെ, നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. അല്ല, സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശ അഭിപ്രായമാണല്ലോ. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ്. എങ്ങനെയാണ് ബബ്ബ കാണോ? ശരിക്കും ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഇല്ല. ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അങ്ങനെ പറഞ്ഞു. എപ്പോഴോ നിർത്തിയതാണ്. ആ ഒരു ഇഷ്യൂവിന് ശേഷം എനിക്ക് എന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട്. ആൻഡ് ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നില്ല. കാണാണ്ടിരിക്കുക, അത് പേഴ്സണൽ ഒപ്പീനിയൻ. തുറന്നു വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. അല്ല, ഞാൻ അങ്ങനെ അല്ലെങ്കിലും ഇങ്ങനത്തെ ഫിലിംസ് കാണാറില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. ഞാൻ ആർട്ട് ഫിലിംസേ കാണാറുള്ളൂ. അപ്പൊ ദിലീപ് എന്നുള്ളൊരു ഫാക്ടർ ഇതിലില്ല. ബബ്ബ കാണാതിരിക്കുന്നത് ദിലീപ് ഒരു ഫാക്ടർ ആണോ? ആണ്. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. ഇത്രയും കാലം കൂടെ വന്നിട്ട് ഇപ്പൊ മറ്റൊരുത്ത വർത്തനം പറയാം. എനിക്ക് ടെൻഷൻ ഇല്ല, നീ വന്നേ. FDFS കാണത്തില്ലെന്നാണോ അതോ OTT കാണുമെന്നാണോ? അല്ല, OTT-യിലും കാണത്തില്ല. കാണില്ല. ദിലീപ് സിനിമകള് ബഹിഷ്കരിക്കും. കാറ്റ് പോയ ബലൂൺ, പല്ല് പോയ സിംഹം, തൊപ്പി പോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആരും വില തരില്ല. കോടതി എന്നെ വിധിച്ചെന്താണ്, പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം? കണ്ടാ കേട്ടാ? നല്ല ചോദ്യം. ഇത് തന്നെയാണ് കുറെ കാലമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി എന്നെ വിധിച്ചെന്താണ്, പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം? അതൊന്നും എനിക്കറിയാൻ മേല. എനിക്ക് വായി തോന്നുന്ന ക്യാമറ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതെന്ത് കഷ്ടമാണത്? എല്ലാവരും പറയുന്നത് പൈസ കൊടുത്താണ് പുള്ളിക്കാരെ ഇറങ്ങിയെന്ന്. പൈസ കൊടുത്താണെങ്കിൽ 9 കൊല്ലം പുള്ളിക്കാരെ ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? പൈസ കൊടുത്തിട്ട് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വന്നാ പോരെ. പോയിന്റ്. എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കാണാത്തത് പറയരുത് കേട്ടോടാ തരുവാൻ കൂടാ. അപ്പൊ പേഴ്സണലി ആൾക്കാർക്ക് ദിലീപിനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിലീപിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ സിനിമ കാണാതിരിക്കുകയായിരിക്കും ചെയ്യുക. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ദിലീപിന് ആക്ച്വലി സിനിമ മാത്രമല്ലല്ലോ ദിലീപിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ദിലീപ് ഒരുപാട് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ദിലീപിന് ഒരുപാട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. കേൾക്കുമ്പോൾ ഒരല്പം ക്രൂരമായ കമന്റ് ആണെന്ന് തോന്നിയേക്കും. But I am telling you a bitter fact. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ശരി എന്നാ. എന്താണ് പ്രഭയുടെ അഭിപ്രായം? സിനിമ കാണോ? ഇല്ല, കാണില്ല. എന്തുകൊണ്ട് കാണില്ല? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. 1, 2, 3 നീ തന്നെ ഒന്നിട്ട് കണ്ടാ മതി. അവൾക്കൊപ്പം എന്നുള്ള സ്റ്റാൻഡിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആൾക്കൊരു സ്പേസ് ഇനി ഉണ്ടാവരുത്, അല്ലെങ്കിൽ ആൾ ഇനി ക്യാപിറ്റൽ ഉണ്ടാക്കരുത് ഇതിന്ന്. അതൊക്കെ തന്നെ. കാത്തിരുന്നോ? എന്താ വക്കീല് വരുന്നില്ലാന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. ജോസ് എന്ത് പറഞ്ഞാലും ഇത് ഞങ്ങൾ സമ്മതിക്കാരാ. വരുന്നെങ്കിൽ നിനക്കും കൂടെ വരാം. നീ വന്നില്ലാന്ന് വിചാരിച്ച് എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ പറഞ്ഞു മേലാ പറഞ്ഞേക്കരുത്. മാഡത്തിന് എന്നെ എന്ത് വേണേലും പറയാം, അടിച്ചോടിക്കാം. പക്ഷെ അതിനു മുമ്പ് മാഡത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കണ എന്താണെന്ന് ഒരു നോക്ക് മാഡം എന്നൊന്ന് കാണണം.
എന്താ മാധവ കൂടെ ഇറങ്ങാൻ നിനക്കൊരു അമാന്തം? ഏയ് ഞാൻ വരാം. എന്നാ വാ. നടക്ക. ലാലേട്ടൻ അതിലൊരു ക്യാമിയായിട്ട് വന്ന അതിനും കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചതിയുടെ പടത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനലിന്റെ പടത്തിൽ എന്തിനാണ് വന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഈ നിമിഷം വരെ ഇലക്ഷന് നിൽക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ താൻ ഇപ്പൊ കാണിച്ച ഈ ഷോ ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തനിക്കെതിരെ ഇലക്ഷന് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നോക്കാം. വരുന്നവർക്ക് എന്നോടൊപ്പം വരാം. ഏതായാലും ഞാൻ പോകും. இந்த வாட்டி மிஸ்ஸே ஆகாது.